is me Tintu and you are watching your Tintuzlife. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് കപ്പ വാട്ടാണ് കേട്ടോ. പ്രത്യേകിച്ചും ന്യൂ ജനറേഷനിലുള്ളവർക്കൊക്കെ എന്താണ് ഈ കപ്പ വാട്ട് എന്ന് കുറേ പേർക്കെങ്കിലും അറിയാത്തവരുണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ജനുവരി ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കപ്പയൊക്കെ വിളഞ്ഞ് പാകമാവും. അപ്പോൾ നമുക്ക് എല്ലാ കപ്പയും ഒറ്റയടിക്ക് കഴിച്ചെടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പോൾ നമ്മുടെ നിത്യേനയുള്ള ആവശ്യത്തിന് വേണ്ടിയുള്ള കപ്പ നമ്മൾ പറിക്കാതെ വെക്കുകയും ബാക്കിയുള്ള കപ്പ പറിച്ചിട്ട് നമ്മൾ ഒന്നെങ്കിൽ അത് വെള്ളുക്കപ്പയായിട്ട് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വാട്ടി യൂസ് ചെയ്യും. ഇതിൽ ഈ വെള്ളുക്കപ്പ എന്ന് പറയുന്നത് നമ്മൾ കപ്പ അരിഞ്ഞിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ഈ കപ്പേനെ പുഴുങ്ങിയെടുക്കുകയൊന്നും ചെയ്യുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പലതരം പലഹാരങ്ങളിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വാട്ടുകപ്പയാണ്. അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടെ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കണ്ടിട്ട് വരൂ കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ കപ്പത്തോട്ടത്തിൽ നിന്നും വാട്ടുകപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള കപ്പ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പറിച്ചെടുത്ത് തണ്ടിൽ നിന്ന് വേർപ്പെടുത്തിയ കപ്പ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് കൂട്ടിയിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കപ്പ കൂടി നമ്മൾ ഇതേ രീതിയിൽ തന്നെ പറിച്ചെടുത്ത് തണ്ടിൽ നിന്നും വേർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറിച്ചെടുത്ത കപ്പയുടെയൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം നമ്മൾ ഒരു അടുപ്പ് ഇവിടെ കൂട്ടുകയാണ്. അടുപ്പ് കൂട്ടിയതിന് ശേഷം നമ്മൾ കപ്പ വാട്ടാൻ ഉപയോഗിക്കുന്ന ചെമ്പ് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം കപ്പ വാട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ഈ ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്പിലെ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കപ്പ ഈ ഒരു ചെമ്പിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി അടിഭാഗം നല്ല വീതിയുള്ള ഒരു കോൽ ഉപയോഗിച്ച് കപ്പ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാകത്തിന് വെന്ത കപ്പ വെള്ളം തോരാനായിട്ട് നമ്മൾ ഇവിടെ മെടഞ്ഞ ഓലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ജസ്റ്റ് തോർന്നതിന് ശേഷം നമ്മൾ ഈ കപ്പ ടെറസിൻ്റെ മുകളിലിട്ടാണ് ഉണക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്.
ദിവസത്തിന് ശേഷം നമ്മുടെ കപ്പ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് ഉണങ്ങി പാകമാകുമ്പോൾ ഈ കപ്പയെല്ലാം ശേഖരിച്ച് നമ്മളൊരു ചാക്കിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. Hope you guys enjoyed today's video. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ, ദിസ് ഇസ് മീ ടിൻറ്റു സൈനിങ് ഓഫ് ഫ്രം Tintuzlife.